നളിനി, മോളെ നളിനി. എടി നളിനി. ഓ, എന്താണ് നിങ്ങൾ കിടന്നോണ്ട് ഈ തൊള്ള തുറക്കുന്നത്? അവൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്താണ് നീ പറയണത്? നീ കൂടി പോകാതെ അവൾ ഒറ്റയ്ക്ക് അയച്ചോ? അവൾ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല. അയ്യോ അയ്യോ, നിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? പെണ്ണ് കൊച്ചായിരുന്നേലും ഭയപ്പെടേണ്ട ഈ സമയത്താ. പേര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് അമ്മമാരെ തീ തിന്നുന്ന സമയമാ. പെങ്ങണ മോന് മാത്രമല്ലേ മോളെ കെട്ടിച്ചു കൊടുക്കൂ. എവിടെ ആയിരുന്നു ഇത്ര നേരം? അത്താഴ പൂജ കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഒന്നുകിൽ ഏതിനും ഒരു അവസാനം വേണം, അല്ലെങ്കിൽ ഒരു തുടക്കം. അവന്റെ കാര്യത്തിൽ രണ്ടുമില്ലല്ലോ. ദുബായിക്ക് പോണോന്നൊക്കെ പറയുന്നത് ചിലപ്പോ നടന്നെന്നും നടന്നില്ലെന്നും ഒക്കെ വരും. ഈ പരിതസ്ഥിതി കല്യാണം അങ്ങ് നടത്തിയിട്ട് ദുബായിക്ക് പോണോന്നോ പോണ്ടെന്നോ അവര് തീരുമാനിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട നിന്റെ ഭർത്താവ് വരുന്നല്ലോടി. എന്റെ സാബിറ, എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നു. രാത്രി നടക്കാനുള്ളത് പകലെ സ്വപ്നം കണ്ടു തുടങ്ങിയ പെണ്ണെ. കളിയാക്കണ്ട, ഇങ്ങനെ ഒരു ദിവസം വന്ന നിന്റെ ഗതി തന്നെയാ. സാബിറ, എന്താണുമ്മ? എനിക്ക് കയ്യെത്തനില്ല. മൂളിതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേ. ചെക്കൻ വന്ന് കണ്ടാ ഇത്രയും നാളും തൂത്ത് ഉടച്ചു വെച്ചൊക്കെ വെറുതെ ആവും. കൊണ്ടുവന്ന കിട്ടണ്ട. ആലീസല്ലേ? ആ മോളെ, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഡോക്ടറെ കണ്ട? എന്തുണ്ട് വിശേഷം? ആ പിന്നെ തങ്കച്ചായം വരുമ്പോഴേ ആ റബ്ബറിന്റെ കാശ് വാങ്ങിച്ചു വെച്ചേക്കണം. അത് ഞാൻ ഭയങ്കര ഉഴപ്പനാ. ആ ഞാൻ വരാൻ വൈകും. ഇല്ലില്ല, ഇന്നാ പരിപാടിക്കൊന്നുമില്ല. ആ വെക്കട്ടോ. കല്യാണം കഴിഞ്ഞു എനിക്കറിയാമോ? എന്താ കുട്ടിയിലേക്ക് കാണിക്കുന്നത്? ഇയാളെ കൊണ്ട് അടുത്ത് പോകാൻ വയ്യെന്ന്. ഞമ്മിച്ച് ഐസ് വെള്ളം കുടിക്കാൻ പോയതാണെന്ന്. അല്ല, ഐസ് വെള്ളം കുടിച്ചപ്പോഴേ ഇവിടെ മുതല് ഇവിടം വരെ തണുത്ത്. അപ്പൊ ദുബായിൽ എന്തായിരിക്കും? അവൻ കസ്റ്റംസ് ക്ലിയറൻസ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരാൻ വൈകും. നമുക്ക് വെളിയിറങ്ങിക്കാം. ഇനിയും വൈകും? എടാ, അങ്ങോട്ട് പോകാൻ മാത്രമല്ല, ഇവിടെ വന്നിറങ്ങിയാലേ വെളിയിലിറങ്ങാനും പ്രയാസം. വാ. അപ്പൊ ഞമ്മ അവന്റെ കൂടെ വരാം. മര്യാദയ്ക്ക് ഇതിനെ പോലീസിൽ ഓടിച്ചോടും കേട്ടോ. ഇന്നാള് ഞമ്മ ഒരു സിനിമയിൽ കണ്ട പോലെ പ്ലെയിനിന്റെ വാതിൽ തുറന്ന് കൈ തന്ന് ഇറങ്ങിക്കണ്ടിട്ട് വരണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്.
ഇതിപ്പോ കാഴ്ചകളായി പാമ്പിനെ കാണാൻ പോയ പോലെ. എയർപോർട്ടിൽ ചില നിയമങ്ങളൊക്കെ കുട്ടിയാലിക്ക സിനിമയിലെ പോലെ പറ്റുമോ? അല്ലേ കേട്ടിയോ? ഏയ് എന്റെ 50 ഉറുപ്പിയും. കൊടുക്കട്ട് കുട്ടിയാലിക്ക, ദുബായിക്കാരന്റെ കാശാ, കൊടുക്കട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ നീ നമ്മളെ ദുബായി കൊണ്ടോട്ടാ. ഇതുപോലെ ഒരു കാൽക്കുപ്പായ അങ്ങനെ എളുപ്പം കിട്ടില്ല. നിങ്ങൾ വണ്ടി എന്റെ കുട്ടിയാലിക്ക ഒന്ന് കേറുക. എവിടെ ഇതിന്റെ ഫിങ് ഫിങ് എവിടെ ഇരിക്കുക? ഉച്ചൊന്നുമില്ല, ഞാൻ ഭാഗ്യം. തന്നെ എവിടെ നിന്ന് കിട്ടിയടാ ഈ വാഹനം? ഒന്ന് പതുക്കെ പറ. ഉടമസ്ഥനെങ്ങാനും കേട്ടല്ലേ ഇവന്റെ പണി ഫിങ് ഫിങ് ആവും. വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുവന്ന ട്രക്കറാ. ഞാനൊരു ലൈനിൽ ഇവനെ ഒപ്പിച്ചു. ഷെറീഫേ, കഴിഞ്ഞ പ്രാവശ്യം നിനക്കൊരു വാഹനം വീട്ടിൽ വാങ്ങിയിട്ടേച്ച് പോകാമായിരുന്നില്ലേ? ഭാര്യയും ഉമ്മയും മാത്രമുള്ള വീട്ടില് ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് പോകാൻ എന്നെ കിട്ടില്ലടിയാ. കണ്ണി പറഞ്ഞത് നീ ഇറങ്ങി വരാൻ നേരം വെളുക്കുന്നൊക്കെ. ആ അതൊക്കെ പൂത്തിയും താത്തിയും കൊണ്ടുവരുന്നവർക്കാ കുട്ടിയാലിക്ക. ഒരു കൊല്ലം കഴിഞ്ഞ് എത്രയും വേഗം വീട്ടിലെത്തണമെന്നായിരുന്നു എന്റെ മോൻ. പിന്നെ ഫിങ് ഫിങ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അടിച്ചിട്ട് ഒരു കൊല്ലമായി. ഇവിടുത്തെ അടിച്ച കണ്ണു മൂക്കൊക്കെ പോക്കാന്ന് ഞാൻ നിർത്തി. രാത്രി കൂടണം. ഇത് കുറയ്ക്കുന്നില്ലല്ലേ മോളെ? അവര് വന്നു. നോക്കിയിപ്പുണ്ട്. വലിയ വന്നു. മോനെ, മോനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സണ്ണിയും ബാലനൊക്കെ അപ്പുറത്തിരിക്കുക. ഉമ്മ അങ്ങോട്ട് ചെല്ലും. ആ അത് ശരി, ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്കാണോ? ഞാൻ മാത്രമല്ല, അദ്ദേഹം എത്തിയിട്ടുണ്ട്. എടാ ഷെരീഫേ, വന്നെ കൂട്ടാതെ ഒന്ന് ഇറങ്ങി വാടാ. ഈ കഴിവേറവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഞാനിപ്പോ വരാം. എന്റെ ഉമ്മയ്ക്ക് സാബറയ്ക്ക് ഇവിടെ ആ എയർപോർട്ട് വരെ ഒന്ന് വന്നുകൂടായിരുന്നോ? എന്റെ പൊന്നു മോനെ, ഞാൻ മക്കാവേലും കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ. ആ നിങ്ങളിരി, വല്ലതും കഴിച്ചോണ്ട് പോ. വല്ലതും കഴിക്കാം. എടാ പെരുവേറ, ഒന്ന് അടങ്ങ്. ഉമ്മ ഒന്ന് വിളമ്പിക്കോട്ടെ. ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല. നീ ഇതിനുള്ള കൂലി എന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. ദുബായിൽ നിന്ന് വരുന്നതല്ലേ, കിലോമീറ്ററിന് 5 രൂപ. സാധനങ്ങൾ കയറ്റിയതിനും ഇറക്കിയതിനും അട്ടിമറി വക രൂപ 100. അത്ര മതിയോ? നാളെ രാത്രി സണ്ണിയുടെ മുറി വെച്ച് കണക്ക് തീർത്ത് പോരെ. ഇന്ന് എനിക്ക് ലീവ് തടാ മോനെ. ശരിയാ സണ്ണി, ഇന്ന് അവന് ക്യാഷ് ലീവ് കൊടുത്തേക്കാം. എന്താ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ പെണ്ണും പിള്ള സിക്ക് ലീവിലാണെങ്കിലോ? മഹാഭാവി, കരിനാക്കോടൊന്നും പറയാതെ 1 കൊല്ലം കഴിഞ്ഞ് വന്നതാണ്. ഇനി വെച്ചിട്ടുണ്ട എനിക്ക് കൊണ്ടുവന്ന സാധനം ചെയ്യാന്നേക്ക്. ഒന്ന് അടങ്ങന്റെ സണ്ണി, അവനെങ്ങ് പോണില്ലല്ല. ഇന്ന് ഐശ്വര്യമുള്ള ദിവസമാണ് എന്റെ കുട്ടിയാലിക്കാൻ. സ്കോച്ച് കുടിക്കണമെങ്കിൽ ഇന്ന് കുടിക്കണം. ഓ കുടിക്കണം. ഷെറീഫിന്റെ സ്ഥാപന സ്വർഗത്തിലെ ഇന്ന് നീ കട്ടൂറും ആവണ്ട. എന്റെ ബാല കുട്ടിയാലിക്കാതെ ഉമ്മ വെച്ചുവിടമെന്നെ മണം അടുക്കളയില്. എടാ ഇച്ചിരി ചോറുണ്ടേച്ച് വരാം. മനുഷ്യ അധ്വാനിക്കുന്നതിന് മനുഷ്യനായ കുറച്ച് ബുദ്ധി. നിന്റെ വിശപ്പ് ഞാൻ മാറ്റി. ചായ
നമ്മുടെ സ്വർഗത്തിൽ കണ്ടിർപ്പാവണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അല്ലോ ചായ കുടിക്കാതെ പോയോ? ഇന്നത്തെ ചായ മുഴുവൻ നമുക്ക് കുടിക്കാം. നീ വാ. ആ നടക്ക് നടക്ക്.